1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 ഞങ്ങൾ നിങ്ങൾ വലിയ ടീമും ഞങ്ങൾ കൊച്ചു ടീമോ കോളൊന്നും ഞങ്ങൾ സെന്റർ ഇറക്കും. കണ്ട ഇത് കണ്ട എവിടുന്നാ പൂച്ച? അതൊക്കെ ഞാൻ ഒപ്പിച്ചത്. ഈ അച്ചു കൊറേ കാലം ഒരു പൂച്ചനെ വേണം എന്ന് പറയുന്നു. അതുകൊണ്ട് കൊണ്ടുവന്നാണ് അവൻ വളർത്തട്ടെ. എടുത്തോ ആ എടുക്കണോ. അതേ അപ്പുറത്തെ വീട്ടിലെ പൂച്ച പ്രസവിച്ച് ഒരു 5-6 കുഞ്ഞുങ്ങളുണ്ട്. അതിനൊക്കെ അടിച്ചുകൊണ്ടെന്നിട്ട് എന്റെ വീട്ടിലിട്ട്. അപ്പൊ ഇവള് പറഞ്ഞ് എടുത്ത് കളയുന്ന ഇന്ന് ഒരെണ്ണത്തിന് ഞാനിങ്ങനെ എടുത്തോട്ട് വന്നാണ്. പാല് കൊടുത്ത് വളർത്തുന്നവൻ. പോയിട്ട് പാലുണ്ടോ ചോദിച്ചാൽ അമ്മ എടുത്ത് നല്ലതാണ്. എടാ ഇതെങ്ങനെ ചാടിപ്പോയിനി? അതിന്റെ ചുണ്ടത്തെ ഇത്തിരി വെളിച്ചെണ്ണ തേച്ചു കൊടുത്താൽ മതി. പിന്നെ ഈ പെരക്കാത്ത തന്നെ ചുറ്റിത്തിരിഞ്ഞ് നടന്നോളൂ. നിന്നെ പോലെ പണിക്കും പോലും എങ്ങും പോകില്ല. എന്തിനടാ പോയി എടുത്തുണ്ടോടാ. അങ്ങനെയെങ്കിലും അവരുടെ ശരീരം ഒന്നും ഇളകട്ടെ. അമ്മ പാലുണ്ടാ? പാലോ? എന്തിന്? പൂച്ചക്കുട്ടിക്ക്. എവിടെ നേട്ടേ? ജോസൂട്ടി മാമന്റെ വീട്ടിൽ കുറച്ച് പൂച്ചക്കുട്ടികളുണ്ടേ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ജോസൂട്ടി മാമന്റെ പുറത്തേക്കുണ്ട്. ആരോട് ചോദിച്ചിട്ടാ അച്ചു പൂച്ചനെ കൊണ്ടുവരാൻ പറഞ്ഞ? ഒരു പൂച്ച വീട്ടുള്ള നല്ലല്ലമ്മ. നല്ലതാണെന്നോ? എടാ പൂച്ച എങ്ങാനും കടിക്കോ മാന്തോ ചെയ്താണ്ടല്ലോ നിന്റെ ഈ പൊക്കളിന് ചുറ്റുതാ ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കേണ്ട വരും. എല്ലാം അറിയാമോ? പൂച്ചല്ലേ, പുലിയൊന്നല്ല. എടാ നിനക്ക് കുറച്ച് തറുതല കൂടുന്നുണ്ട് കേട്ടോ. ആളുകളൊക്കെ പറഞ്ഞു തുടങ്ങി തന്തയ്ക്കും തള്ളയ്ക്കും അതിന്റെ കേട്. പൂച്ച പോലും. ഇനി പാലിട്ട് എന്തൊരു വഴി? ഒരു വഴിയില്ല. എവിടെ നിന്റെ പൂച്ച? ഞാനെന്നാ കാണട്ടെ. വാ ഇങ്ങോട്ട്. നല്ല പൂച്ചന് കളയേണ്ടത്. ഞാൻ കാണട്ടേടാ. നിക്കാൻ തന്നെ സമയമില്ല. അന്നേരത്താണ് പേടിയുണ്ടോ? നിന്റെ കണ്ണു കണ്ടിട്ട് പേടി? ഒരുപാട് നാളായി അച്ചു പറയണ. ഇന്ന് പോന്നപ്പോ ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് പോകും. അവനെന്ത് ഇഷ്ടമെന്ന് അറിയാമോ? പൂച്ചക്ക് എന്ത് പേരിടും? ആമിനേക്ക തള്ളമ്മമാരുടെ പേരാടാ. പുതിയ പേര് വല്ലൂട്. പേര് അച്ഛനോട് ചോദിച്ചിട്ടാ മതി. നിനക്ക് കൂട്ടുകാരനെ കിട്ടി. മണിക്കുട്ടി. മണിക്കുട്ടി എന്നാ വയറെ പിടിക്കല്ലേ. ഇതിന്റെ കൂടി ഒരു കുറവ് എവിടെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വയ്യ ഇതിനെ നോക്കാനും പിടിക്കാനൊന്നും കേട്ടോ. നീ നോക്കണ്ടോ? പിന്നെ അതിന് സമയത്തിന് ഭക്ഷണം കൊടുക്കണ്ടേ? ശരി, നമ്മൾ ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും ഒരു തിരി അതിന് ഇട്ട് കൊടുത്താ പോരെ. അതൊക്കെ നിന്ന് വളർന്നു പോക്കോളൂ. ഇത് ആനയൊന്നുമല്ലല്ലോ, ഒരു പൂച്ചക്കുട്ടിയല്ലേ. അതുപോലെ മിണ്ടാപ്രാണിക്ക് ഭക്ഷണം കൊടുത്താൽ വീടിന് ഐശ്വര്യം ഉണ്ടാവില്ല. അതല്ല, ഇതിന്റെ രോമെങ്ങാനെ കുട്ടികളെ വയറ്റി ചെന്നാ പിന്നെ വയറുവേദന മാറിയിട്ട് സമയം ഉണ്ടാവില്ല. അതൊന്നും വരില്ലടി. മാത്രല്ല ജോസൂട്ടിയെ, ഒരു പൂച്ച വീട്ടിലുണ്ടാവുന്നത് വളരെ നല്ലതാണ്. പിന്നില്ലേ. ഇപ്പൊ ഈയിടെ പത്രത്തിലും ടിവിയിലൊക്കെ ഒരു വലിയ ന്യൂസ് ഉണ്ടായില്ലേ? ഒരു പെണ്ണ് ഭർത്താവിനും പിന്നെ കുട്ടിക്ക് പിന്നെ കുടുംബത്തിലുള്ള ഏതൊക്കെയോ ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തിട്ട് കൊന്നു. അതും ഭക്ഷണത്തിന് ഭക്ഷണം കലർത്തിയിട്ട്. അപ്പൊ ഒരു പൂച്ച വീട്ടിലുണ്ടെങ്കിൽ നല്ലതാ. വീട്ടിൽ പെണ്ണുങ്ങളൊക്കെ വെച്ചുണ്ടാക്കണ ഭക്ഷണേ ആദ്യം ഈ പൂച്ചക്ക് ലേശം കൊടുത്തിട്ട് പൂച്ച ചാവണില്ലാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ കഴിച്ചാൽ മതിയല്ലോ. അത് നല്ലതല്ല. ഞാൻ ഇന്നലെ ഒന്ന് പരീക്ഷിച്ചു വീട്ടില്. നമ്മുടെ പട്ടിക്കൊന്ന് കൊടുത്തു നോക്കി ഇത്തിരി സൂപ്പ്. ഒരു കുഴപ്പമില്ല ഇതുവരെ. ഏട്ടാ അതെന്നാ വർത്താനാ ഏട്ടാ പറയുന്നേ?
എന്തേ? കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഞാൻ തന്നെയല്ലേ നിങ്ങൾക്ക് വെച്ചുണ്ടാക്കി തരുന്നത്, എന്നിട്ട് നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? ഇടി ഞാൻ വെറുതെ പറഞ്ഞല്ലേ. വെറുതെ പറഞ്ഞതാണ്. അല്ല മല്ലികേ, പൂച്ചനെ കൊണ്ടുവന്ന് ഞാൻ തിരിച്ചു കൊണ്ടുപോയിക്കോളാട്ടെ. ഞാൻ അത് പറഞ്ഞ് കുടുംബാലം ഉണ്ടാക്കണ്ട. പൂച്ചയുടെ അല്ല, ഏട്ടന്റെ മനസ്സിൽ ഇപ്പൊ എന്താന്ന് കേട്ടില്ലേ? ശരി, ഒരു തമാശ പറഞ്ഞതല്ലേന്ന്. നിങ്ങളുടെ ഒരു തമാശ. ഒരു കാര്യം ചെയ്തോ, തന്നെത്താനെ ഉണ്ടാക്കി അങ്ങോട്ട് കഴിച്ചോ. എന്നെ ഒന്നിനും കിട്ടത്തില്ല. നല്ല കാര്യമുണ്ടാ? കുഴപ്പമായാ? ഏതെങ്കിലും പെണ്ണുങ്ങൾ സഹിക്കുന്ന കാര്യമാണോ ഇത്? ഭാര്യമാരുണ്ടാക്കി തരുന്ന ആഹാരം പൂച്ചയ്ക്ക് കൊടുത്തിട്ട് അത് ചത്തില്ലെങ്കിൽ കഴിക്കാം. അത് തമാശ പറഞ്ഞല്ലേ അമ്മ. തമാശ പറയുന്നത് ഞാൻ വെറുതെ പോണ അടുത്തത്. ഇന്നലെ എന്റെ മെക്കിട്ടായിരുന്നു ഇത് തന്നെ. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ഇതാണ് തമാശ. അല്ല ജോസ്, എന്തോന്നാണ് ഇങ്ങനെ? ചിലവർക്ക് അത് പിടിക്കൂല. ഞാൻ ഇന്നലെ ജസീനോട് പറഞ്ഞു, ഇവള് ഇത് തന്നെയാണ് കോള്. അവൾക്ക് ഭ്രാന്താണ്. അമ്മ ഒന്ന് ഞാൻ ഒതുക്കേരി. അത് അടുത്ത ആള്. ഇവിടെ മാത്രമൊന്നും അല്ല, ഇന്നലെ വീട്ടിൽ കിടന്ന് നിനക്ക് അറിയത്തില്ലല്ലോ. 3-4 ദിവസമായി ടീച്ചറിന് മുട്ടുവേദന എന്ന് പറഞ്ഞ് ചെവിതല കേൾപ്പിക്കാണ്ട് ഞാൻ ഇന്നലെ ഒരു ആട്ടുസൂപ്പ് ഉണ്ടാക്കി കൊടുത്തു. അത് കൊടുത്ത പാടെ എന്താ കാണിച്ചെന്നറിയാമോ? മണപ്പിച്ച് നോക്കിയിട്ട് പട്ടീനെ അന്വേഷിച്ച് കൊടുക്കുക, അതിന് കൊടുത്തിട്ട് കഴിക്കത്തുള്ളൂ എന്ന്. ഇതിനൊക്കെ എന്താണ് പറയേണ്ടത്? ലാസ്റ്റ് ഞാൻ ബഹളം ഉണ്ടാക്കി പറയാ, കോമഡി പറഞ്ഞത് തമാശയാണ്. തമാശ ഞാനിനി ഒന്നും ഉണ്ടാക്കുന്നില്ല. അവരെ എന്താന്ന് വെച്ചാൽ കാണിച്ചോട്ടെ, അവരെന്നെ വെച്ച് വിളമ്പി എന്താന്ന് വെച്ചാൽ കഴിച്ചോട്ടെ. ഞാൻ ഒന്നും ചെയ്യില്ല. അങ്ങനെ വിചാരിച്ചോണ്ടിരുന്ന അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ലാസ്റ്റ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ഈ ആണുങ്ങളുടെ മനസ്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ആ പെണ്ണുമ്പിള്ള എങ്ങാണ്ട് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ബാക്കി ലോകത്തുള്ള പെണ്ണുങ്ങളെ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയണേ? ഞാൻ എന്റെ അച്ഛനും അമ്മേനെ ഇട്ടിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അല്ല, എന്റെ ഗതികേട് എനിക്കിതിന്റെ ഒരു കാര്യമില്ലായിരുന്നു. ആ വിചാരം, അങ്ങനെയൊക്കെ വിചാരം ഉണ്ടെങ്കിൽ അവരങ്ങനെയൊന്നും കാണിക്കത്തില്ലല്ലോ. നീ ആ വാട്സപ്പ് തുറന്നിട്ട് നോക്ക്, പെണ്ണുങ്ങളെ കുറിച്ചിട്ട് വരുന്ന ട്രോളുകളും തമാശകളൊക്കെ നോക്ക്. നാണക്കേടാണ്. നമ്മൾ ഇത്രയും വർഷമായിട്ട് ഇവരുടെ കൂടെ ജീവിക്കണല്ലേ, ഇവർക്ക് ഇത്രയ്ക്ക് ബോധമില്ലേ നമ്മളെ കുറിച്ച്? എന്തിനാണ് ഇങ്ങനെ വിഷമിപ്പിക്കണേ? അതൊക്കെ അന്ധവിശ്വാസാണ്, അങ്ങനെയൊന്നും ഇല്ല. അതൊന്നും അല്ല, അവൻ അവസ്ഥ എണ്ണ തേച്ചോ. വാസുട്ടേട്ടാ, നിങ്ങളുടെ പൂച്ച എവിടെ? പൂച്ച കുട്ടികൾ കളിക്കുന്നുണ്ട്. ഓന് പൂച്ചന്റെ മുഖത്ത് വെളിച്ചെണ്ണ തേക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്നോട് വന്ന് ചോദിച്ചു. എന്നിട്ട് പെരട്ടിച്ചില്ല എന്ന് പറഞ്ഞത് ആ വായിക്കൂടിയിരിക്കുന്നു. എടാ, നിനക്ക് പൂച്ചനെ വേണമെങ്കിൽ ഞാൻ 3-4 കൊണ്ടുവന്ന അവനല്ലേ ഫസ്റ്റ് എന്തായാലും എണ്ണ തേച്ചത്. അത് കൊണ്ടുവന്നു പറഞ്ഞില്ലേ? നീ വേണേ എണ്ണ തേച്ച് കുളിപ്പിച്ചോ? നീയല്ലേ എണ്ണ തേക്കാൻ വേണ്ടി എണ്ണ എടുക്കാൻ പോയത്? അവൻ അതിനു മുമ്പേ തേച്ച എണ്ണ. അച്ചോ അച്ചോ ഇവിടെ എന്താ നസീമിനെ കളിക്കാൻ കൂട്ടാത്ത്? അവന് പൂച്ചനെ പേടിയില്ലേ? എനിക്ക് പേടിയല്ലാഞ്ഞിട്ടല്ല, ഞാൻ ഫസ്റ്റ് എണ്ണ തേക്കാന്ന് പറഞ്ഞ അപ്പൊ ഇവൻ സമ്മതിച്ചില്ല. ഇങ്ങനെ തൊടാമോ പേടിക്കും. അതാണ് ഞാൻ എണ്ണ തേക്കാൻ വേണ്ടിട്ട് എണ്ണ എടുക്കാൻ എല്ലാരും കൂടിയിട്ട് കളിക്ക്, ഒരുമിച്ച് കളിക്ക്. ഞാൻ കൂട്ടാൻ വെക്കണമെന്ന് പറയല്ലേടാ. ജെസ്സി ഇപ്പൊ അവിടെ ഒരു കച്ചറുണ്ടായിട്ടാണ് പോയിട്ടുണ്ട്. അല്ല, ഈ പൂച്ചയുടെ കേസില് മല്ലിക ഒരു ലേശം കലിപ്പിലാണ്. അപ്പൊ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോയിരിക്കാണ്. എന്റെ കർത്താവേ, 3 കൂടി ചേർന്നാല് ന്യൂക്ലിയർ ബോംബ് ഔട്ടോ. ഇപ്പൊ നിന്റെ സ്ഥാനത്ത് അമ്മയാണ് ആഹാരം ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ ഈ ഡയലോഗ് പറയുമായിരുന്നു. എളുപ്പമുണ്ട്, നീ അമ്മ പറയേ. ഒന്നുമില്ല, ഇവിടെ ഭർത്താക്കന്മാര് കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ. അമ്പോ, എന്താണ് ഇപ്പൊ പുതിയ പ്രശ്നം? ഏട്ടൻ പറഞ്ഞ എന്താന്ന് നീ കേട്ടില്ലല്ലോ. പൂച്ചേനെ കൊണ്ടുവന്നുണ്ട്, അറിഞ്ഞോ? ഒരു പൂച്ച. അതിന് ഭക്ഷണം കൊടുത്തിട്ട് അത് ചത്തില്ലെങ്കിലാ ഇനി അവര് കഴിക്കുന്നുള്ളൂ. ഏട്ടൻ പറഞ്ഞതാണ്. ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണത്തിലൊക്കെ വിഷമാണ്. അതെന്താ തമാശ? നിങ്ങളെന്താ സീരിയസ് ആയിട്ട് നിൽക്കണേ? ഇതാണോ തമാശ? ഇങ്ങനെയാണോ തമാശ പറയുന്നേ? ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ആഹാരം ഉണ്ടാക്കി കൊടുക്കണേല്ലേ? ഇന്നലെ വരെ ഇല്ലാത്ത തമാശ എന്താണ് ഇതിപ്പോ? ഇതെന്താണ് ചേച്ചി ചെറിയ എന്തോ ഒരു തമാശ വാസട്ടം പറഞ്ഞതിന് ഇജ്ജെന്തിനാ കത്തിക്കയറുന്നേ? അല്ല, ഞാനിപ്പം മിണ്ടാതിരിക്കാൻ കേട്ടിട്ട്. എടി, വെറുതെ ഇക്കണ്ട കാലുണ്ടായിട്ട് അന്നെ ഒരു കാര്യത്തിന് മുമ്പ് സംശയിച്ചിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ പറയാ? ഓള് ബ്യൂട്ടി പാർലറിന് വേണ്ടിട്ട് അവിടെ ഇവിടെ ഓടി നടക്കണല്ലേ? അങ്ങനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ. അങ്ങനെ എന്തെങ്കിലും സംശയിച്ചിരുന്നെങ്കിലും ഇത്രയും വിഷമം ഉണ്ടാവോ? ഇത് ഏതോ പെണ്ണുമ്പിള്ള എന്തോ കാണിച്ചു എന്ന് വെച്ചിട്ട്. എടി, അതന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വെറുതെ ചെറിയ കാര്യം അങ്ങനെ കൂലങ്കുശായിട്ട് ചർച്ച ചെയ്ത് വഷളാക്കരുത്. ഞങ്ങൾക്ക് ഇത് ചെറിയ കാര്യമായിട്ട് തോന്നുന്നില്ല. ഇത്രയും വർഷമായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇപ്പഴാ വിഷം ഉണ്ടാക്കി കൊടുക്കുന്ന പോലും. എന്നോട് സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ പറയാണ്, ചെറിയ കാര്യത്തിന് വേണ്ടിട്ട് ഈ വെറുതെ കച്ചറുണ്ടാക്ക പോലെ. അതിപ്പോ പരീതിക്ക് റെസിയോട് പറഞ്ഞിരുന്നെങ്കിൽ ആ വിഷമം മനസ്സിലായേനെ. എടോ, ഇത് എന്താണോ മൂപ്പരെടുത്ത് തമാശ പറഞ്ഞാൽ ഞാൻ അതങ്ങ് സഹിക്കൂ, അത്രേ ഉള്ളൂ. അത്തരം തമാശ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അത് തന്നെ. എടോ, അങ്ങനെയൊക്കെയല്ലേ ജീവിതം എന്ന് പറയണത്. ഇത് എന്താണ് മല്ലിക ഇതിനെന്തിനാ കൂട്ടിക്കണ്?
ഈ ആണുങ്ങൾക്ക് എന്താണ് ഈ ജീവിതവും വിഷമവും ഇതൊന്നും മനസ്സിലാവാത്തത്? എന്റെ പൊന്നു മല്ലിക, ചെറിയ കാര്യത്തിന് ഈ വെറുതെ ഇങ്ങനെ കച്ചറ ഉണ്ടാക്കാൻ പോലെ. അല്ല, ഇനി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അടുക്കളയിൽ കയറുന്നില്ല. എന്താന്ന് വെച്ചാൽ അവരുണ്ടാക്കി കഴിക്കട്ടെ. ആ അമ്മ കിടന്ന് പണിയെടുക്കട്ടെ. ആരോടാണ് ഈ യുദ്ധം പ്രഖ്യാപിക്കണത്? ഭർത്താവിനോടോ, കുട്ടികളോടോ, ആ പാവം പിടിച്ച അമ്മേനോടോ? അടുക്കളയിൽ വല്ല പണിയുണ്ടെങ്കിൽ പോയി ചെയ്യ്. ജെസി, അനക്ക് വീട്ടിൽ പണിയൊന്നുമില്ലേ? വെറുതെ ഇങ്ങോട്ട് ചർച്ച കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, എടി അടുക്കളയിൽ വല്ല പണിയുണ്ടെങ്കിൽ പോയി ചെയ്യാൻ. നീ മുഖം മുറിപ്പിച്ച് നിന്നോ?